മലപ്പുറത്തിന്റെ സ്നേഹം, മലപ്പുറത്തിന്റെ ഒത്തൊരുമ അത് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോരി. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. ചെമ്പിന്റെ അടുത്ത് വെള്ളിയും വള്ളിയിട്ട് നിൽക്കുന്ന ഈ മനുഷ്യന്റെ പേരാണ് കരീം. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോട്ടിലെ വെട്ടുകാട് എന്ന സ്ഥലത്തെ ഈ കാണുന്ന അൽഖലീജ് ഹോട്ടലിന്റെ മുതലാളിയാണ്. മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മുതലാളി, ഒരു സാധാരണക്കാരൻ. ഈ കഥ കേൾക്കാൻ ലൈക്കും ഷെയറും ചെയ്ത് ഒപ്പം കൂടിക്കോളി. ഇതാണ് മലപ്പുറത്തിന്റെ സ്നേഹത്തിന്റെ പെരുമ പറയണ കഥ. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, നല്ല കച്ചവടമുള്ള തിരക്കുള്ള ഒരു ദിവസം. എന്നാ ഇന്നത്തെ ദിവസം ഈ ഹോട്ടലിന് ഒരു ഉറുപ്പ്യ ലാഭം എടുക്കൂല. മുതലാളിക്ക് പൈസ ഇല്ല, ബിരിയാണി വെക്കണോന് പൈസ ഇല്ല, പൊറോട്ട ചുടണോന് പൈസ ഇല്ല, പൊറോട്ട അടിച്ചണോന് പൈസ ഇല്ല, സാധനം എടുത്തു കൊടുക്കണോന് പൈസ ഇല്ല. ഈ ഹോട്ടലിൽ ഒരു പണിക്കാരനും കൂലിയായിട്ട് ഒരു ഉറുപ്പ്യ വേണ്ടാന്ന് ഇവര് തമ്മിലാണ് തീരുമാനിച്ചു. മുതലാളി പണിക്കാരന് തീരുമാനിച്ചെടുത്ത ഒരു 1.5 തീരുമാനം. അതാണ് പറയുന്നത്, ഇതാണ് മലപ്പുറം എന്ന്. അതാണ് കേൾട്ടം 10ന്റെ പവർ. അതെന്തിനാന്നോ, ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് കണ്ടില്ല നിങ്ങൾ? ഈ ഹോട്ടലിന്റെ തൊട്ടടുത്ത് മുതുപറമ്പ് എന്ന നാട്ടില് 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഷാമിൽ മോന് എന്ന ഒരു പൊന്നുമോന് SMA എന്ന മാരക രോഗം പിടിപെട്ട് ചികിത്സിച്ചാന് 3 കോടിക്കും വേണ്ടി നാടൊന്നാകെ പരക്കം പാഞ്ഞ് പിരിവ് നടത്തുമ്പോഴാണ് ഇവർ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞങ്ങൾ ഒരു ദിവസത്തെ മുഴുവൻ ലാഭം പണിക്കാരെ കൂലി അടക്കം ഷാമിൽ മോന്റെ ചികിത്സക്കും വേണ്ടി കൊടുക്കാന്ന്. അങ്ങനെ എന്നത്തെയും പോലെ ഇന്നും പീടിയ തുറന്ന് കേട്ടറിഞ്ഞി കണ്ടറിഞ്ഞി ആൾക്കാർ എമ്പാടും എത്താൻ തുടങ്ങി. എന്നത്തേനേക്കാളും കുറച്ചും കൂടി കൂട്ടി വലി വെച്ചിന്നല്ലാതെ ഒന്നും കുറച്ചില്ലട്ടോ, കൂട്ടിയിട്ടേ ഉള്ളൂ. പൊറാട്ട അങ്ങനെ കുഴച്ചി വെച്ച് പരത്താൻ തുടങ്ങി. നമ്മളെ റഷീദ് അത് ചുട്ടെടുത്ത് നൈസാക്കി സൈസാക്കി 4 അടി അടിച്ച് ആവശ്യക്കാർക്ക് എണ്ണി കൊടുക്കാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. ഈ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ഇന്നത്തെ ലാഭം എന്നുള്ളതറിഞ്ഞ് തൊട്ടപ്പുറത്തെ നാട്ടിൽ നിന്ന് 50 പൊറാട്ട ഒറ്റയടിക്ക് വാങ്ങാൻ വന്നതാ. അത് ഓല നാട്ടിൽ പൊറാട്ട ഇല്ലാഞ്ഞിട്ടല്ലോ, അതാണ് സൗഹാർദ്ദം. ഉള്ളിലെ പൊറാട്ട പണിക്കാരൻ ഇയാൾ എടക്കരക്കാരനാ, എടക്കരയിൽ നിങ്ങോട്ട് വന്നതാ. ഇതിനു വേണ്ടി ഒരു ഉറുപ്പ്യ മൂപ്പരും കൂലി വാങ്ങണില്ലട്ടോ. കറികൾ പലതും ഉണ്ട് എന്നുള്ളതൊക്കെ ഇന്നുണ്ട്. ശ്രീനിയേട്ടനെ പോലത്തോലൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാ. ഓലൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. കാരണം ഇങ്ങനത്തെ ഒരു കാര്യത്തിനാണല്ലോ ഇന്നത്തെ പൈസ പോണത്. വരിക്ക് ഇങ്ങനെ ദമ്മിട്ട് വെച്ച ചെമ്പില് ഹോട്ടലിൽ വിളമ്പാനുള്ളതും ഓർഡറാക്കി കൊടുക്കാനുള്ള സൽക്കാരക്കാർക്കും കുടിയിരിപ്പിനും ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എന്ത് സ്നേഹത്തിന്റെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചപ്പും പൊതീനിയും ബദറിയെ അൽഖലീജിന്റെ ബിരിയാണി. പോരാത്തതിന് നാടായ നാട്ടിലൊക്കെ നിരോധിച്ചാലും മലപ്പുറത്താര് നിരോധിച്ചൂലാന്ന് തീരുമാനിച്ചേ അടിപൊളി പോത്തിറച്ചി വരട്ടിയതും തിന്നാൻ വന്ന കസ്റ്റമേഴ്സും ഹാപ്പി. ഹോട്ടലിന്റെ മുതലാളി കരീമും ഒപ്പത്തിനൊപ്പം നിന്ന പണിക്കാരും ഹാപ്പി. മനസ്സറിഞ്ഞ് സഹകരിച്ച ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണം വാങ്ങി സഹകരിച്ചത് 38,000 റുപ്യാണ് ഷാമിൽ മോന്റെ ചികിത്സാ സഹായ കമ്മിറ്റിനെ ഏൽപ്പിച്ചത്. ഈ അൽഖലീജ് എന്ന എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലെ വെട്ടുകാടത്തെ ഹോട്ടലും മുതലാളിയും തൊഴിലാളിയും ഹാപ്പിയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചാല് വയറ് മാത്രല്ല മനസ്സും നിറയണം. അതിന് ഓൺലൈനിലോ മാളുകളിലോ പോയി പള്ളം നിറച്ചിട്ട് കാര്യമില്ല, കീസ് നിറച്ച് സാധനം വാങ്ങിയിട്ടും കാര്യമില്ല. ഇതുപോലത്തെ മനുഷ്യനെ മനസ്സിലാക്കണം. നന്മ മനസ്സുള്ള കരീമിനെ പോലത്തെ, കരീമിന്റെ പണിക്കാരെ പോലത്തെ സാധാരണക്കാരെ കച്ചവടങ്ങൾ വിജയിപ്പിക്കണം. ഇതൊക്കെ മലപ്പുറത്തിന്റെ മുക്കും മൂലയിലും സർവ്വസാധാരണമാണ്. എന്നാലും ഈ വൈക്ക് വരുമ്പോ പ്രവാസികളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിമാനം ഇറങ്ങി വരുമ്പോ ഒന്ന് കേറി നോക്കിട്ടോ നമ്മൾ അൽഖലീജ് ഹോട്ടലിൽ. മുന്നേ ഇതേപോലെ സഹായം ചെയ്യാൻ മനസ്സ് കാണിച്ച അൽഖലീജിന്റെ ഭക്ഷണം അത് രുചിച്ചറിഞ്ഞോളിട്ടോ. ഒപ്പം കരീം എന്ന ഈ സാധാരണക്കാരനായ ഹോട്ടൽ മുതലാളിന്റെ സ്നേഹവും അനുഭവിച്ചറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒപ്പം ഷാമിൽ മോനെ സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ QR കോഡുകൾ കൂടെ അതൊന്ന് സഹായിക്കി. എല്ലാവരും ഒത്തൊരുമിച്ചാൽ നമുക്ക് ഈ 3 കോടി പല തുള്ളി പെരുവെള്ളമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.